തൃശ്ശൂരിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. നട്ടും ബോൾട്ടും പാർട്സുകളില്ലാത്ത വണ്ടിയിൽ കയറ്റിവിട്ടുവെന്ന് കെ മുരളീധരൻ. തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. നട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശ്ശൂർ വണ്ടിയിൽ കയറ്റി യാത്രയാക്കിയെന്ന് കെ മുരളീധരൻ. അതിന് മുന്നിൽ നിന്നത് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം ഉള്ളവരായിരുന്നു. വോട്ടുകൾ BJPയിലേക്ക് പോയത് കോൺഗ്രസ് വിദ്വാൻമാർ അറിഞ്ഞില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ ലാസ്റ്റ് ബസ്സാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ BJPയും CPMഉം ധാരണയുണ്ട്. ഗാന്ധിയെ കൊന്നവർ വലിയവരാണ്. പാലക്കാട് ഈ ധാരണയുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ പോരുന്നതെല്ലാം പോരട്ടെ എന്ന് മുഖ്യമന്ത്രി കരുതി. വയനാടിന് സഹായം വൈകുന്നതിന് ഒന്നാം പ്രതി മുഖ്യമന്ത്രിയും രണ്ടാം പ്രതി പ്രധാനമന്ത്രിയുമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ ജനങ്ങൾ പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മേലനങ്ങാതെ റോഡ് ഷോ വണ്ടിയിൽ കയറി രണ്ട് കൈയും ഉയർത്തി വീശിയാൽ ജയിക്കുമെന്ന് കരുതുന്നു. BJP സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വീടുകൾ തോറും കയറിയിറങ്ങി അധ്വാനിച്ചതിൻ്റെ ഫലമാണ് വിജയം. കോൺഗ്രസുകാർ പണിയെടുക്കാതെ മുഖസൗന്ദര്യം കാട്ടി ജയിക്കുമെന്നാണ് പതിവ് എന്ന് ജനങ്ങൾ കളിയാക്കുന്നു. ഈ പ്രാവശ്യത്തെ വിജയം ഭരണവിരുദ്ധ വികാരം മാത്രമാണ്. കോൺഗ്രസും നേതൃത്വവും പ്രതിപക്ഷവും തികഞ്ഞ പരാജയമാണെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. നേതാക്കൾക്ക് ആറ് മുഖ്യമന്ത്രി കസേര വേണ്ടിവരും. പിടലപ്പണക്കം തന്നെയാകും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലെ പരാജയം എന്നും ജനങ്ങൾ കണക്കുകൂട്ടുന്നു. കോൺഗ്രസിലെ ജനപ്രതിനിധികൾക്ക് വോട്ടർമാരെ കാണുന്നത് തന്നെ ഹറാമാണെന്നും ചില വോട്ടർമാർ പറയുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം നേടി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭാ യോഗം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനാണ് അംഗീകാരം. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും. ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയ റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിച്ചത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായകമാകുമെന്നാണ് കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാട്. പലപ്പോഴായി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടത്താനാണ് നിർദ്ദേശം. 2029 മുതൽ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം 2029 ഇത് നടപ്പാക്കുകയാണെങ്കിൽ 2026 അധികാരത്തിലെത്തുന്ന കേരള സർക്കാരിൻ്റെ കാലാവധി 3 വർഷമായി ചുരുങ്ങേണ്ടി വരും. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത തൃശൂർ ആവുകയോ അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ പുറത്താവുകയോ ചെയ്താൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താനാണ് ശുപാർശ. എന്നാൽ തുടർന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് വരെ മാത്രമാകും കാലാവധി. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടന്നാൽ സംസ്ഥാനങ്ങളുടെ അനുമതി വേണ്ടെന്ന് വ്യക്തമാക്കി ഇതിനാവശ്യമായ ഭേദഗതി സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തമിഴ്നാട്ടിൽ മക്കൾ രാഷ്ട്രീയ ആധിപത്യം തുടരുന്നു. ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രിയുടെ പിൻഗാമി. തമിഴ്നാട് കായിക മന്ത്രിയും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ്റെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം സജീവമാകുന്നു. US സന്ദർശനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉപമുഖ്യമന്ത്രിയാക്കിയേക്കും എന്ന് സ്റ്റാലിൻ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഉദയനിധി ഉപമുഖ്യമന്ത്രി ആക്കുമെന്ന് മന്ത്രി രാജ കണ്ണപ്പനും നേരത്തെ പറഞ്ഞിരുന്നതാണ്.
ഉദയനിധിയുടെ ജനക്ഷേമ മന്ത്രിക്ക് പുറമെ പ്രത്യേക പരിപാടി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാന വകുപ്പും ഉദയനിധിയാണ് കൈകാര്യം ചെയ്തു വരുന്നത്. ചെന്നൈ മെട്രോ റെയിൽ ഫേസ് 2 പോലുള്ള പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് അദ്ദേഹം പരിശോധിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. ജമ്മു കാശ്മീരിൽ പോളിംഗ് നടക്കുന്നു. എല്ലാവരെയും വോട്ട് ചെയ്യാൻ മോദിയും രാഹുലും ആഹ്വാനം ചെയ്തു. ജമ്മു കാശ്മീർ നിയമസഭയിലേക്കുള്ള 1ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കാലത്ത് 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ച് 11 മണിവരെ 27% വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യുവാക്കളും കന്നി വോട്ടർമാരും കൃത്യമായി വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. കേരളത്തിൽ എംപോക്സ് രോഗം UAE-യിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശിക്ക് മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. UAE-യിൽ നിന്നും വന്ന 38-കാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സ തേടുകയും ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കുകയും വേണം. ആരോഗ്യ വകുപ്പിൻ്റെ താഴെ പറയുന്ന ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. രാസവളവും കീടനാശിനിയും ഇല്ലാത്ത കൃഷിയോ ശ്രീലങ്കയെ ആകരുത് ഇന്ത്യ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളവും കീടനാശിനികളും ഉപയോഗിച്ചുള്ള നിലവിലെ കൃഷിരീതി ഉപേക്ഷിച്ച് നാച്ചുറൽ ഫാമിംഗ് തിരഞ്ഞെടുക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ തീരുമാനം തിരിച്ചടിയാകുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? സമാനമായ രീതിയിലേക്ക് കളം മാറി ഒടുവിൽ ഭയാനകമായ പ്രത്യാഘാതം നേരിടേണ്ടി വന്ന ശ്രീലങ്കയുടെ മാതൃക മുന്നിലുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് എടുക്കുന്നതെന്ന് വിലയിരുത്തുകയാണ്. 70കളിലും 80കളിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസങ്ങളിലും പഠിച്ചവരുടെ ഓർമ്മകളിൽ സസ്യ എണ്ണയിൽ പാചകം ചെയ്ത ചൂടൻ ഗോതമ്പ് ഉപ്പുമാവിൻ്റെ മണവും രുചിയുമുണ്ട്. 142 കോടി ജനങ്ങളിൽ 4.69 കോടി പേർ ദാരിദ്ര്യരാണെന്നാണ് പറയുന്നത്.